ഹേ ഗൈസ്, എല്ലാവർക്കും VTalksന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് സയൻസ് എക്സിബിഷൻ എന്നുള്ളത്. സോ ആ ഒരു സംഭവം നമ്മുടെ VTalksന്റെ ചാനലിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സയൻസ് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കുറച്ച് വ്യക്തികളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൺ, അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ടല്ലോ. പക്ഷേ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ ആണ്. സോ ഐസക് ന്യൂട്ടൺ എന്താ കണ്ടുപിടിച്ചെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ആ ചെറുപ്പത്തിൽ ഇതുപോലെ സയൻസ് എക്സിബിഷന് വേണ്ടി ഉണ്ടാക്കിയത് ഒരു ബോട്ടായിരുന്നു ഗൈസ്. നമ്മുടെ തെർമാക്കോളും മിനി മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സംഭവം ഞാൻ പണ്ട് ചെയ്തായിരുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതും അത് കമന്റ് ചെയ്യാൻ മറക്കരുത്, അത് വേറെ കാര്യം. ആൻഡ് ഇവിടെ നമ്മുടെ VTalksന്റെ വീഡിയോയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ 2 ടീമാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് ടീം ഇടിവെട്ടാണ്. ആൻഡ് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ടീം പവർ കട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടിവെട്ട് പവർ കട്ട് ശരിയാണല്ലോ, കറക്റ്റ് പേരാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടീം ഇടിവെട്ടിൽ ഗൈസ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് വാസ്കോ ആൻഡ് AK ടോക്ക് ആണ്. ആൻഡ് നമ്മുടെ രണ്ടാമത്തെ ടീം ആയിട്ടുള്ള പവർ കട്ട് ഗൈസ്. ഓക്കെ, പവർ കട്ടിൽ എഡ്വിൻ VCB ആൻഡ് കോംബറ്റ്. സോ ഗൈസ്, അപ്പോൾ വളർന്നു വരുന്ന 4 സയന്റിസ്റ്റ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. സോ അതിന് വേണ്ടി നമ്മുടെ ടീമുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പേര് പറഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ടീം ഇടിവെട്ട്. ഓക്കെ, ടീം ഇടിവെട്ട്, ടീം പവർ കട്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും 2 ടീമുകളും റെഡിയാണ്. ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കേണ്ട, ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുക. എന്തായാലും ആരാണ് നന്നായി ചെയ്തെന്നുള്ള എത്രത്തോളം ഓരോ പ്രൊഡക്റ്റിന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഓരോ സാധനങ്ങൾക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങിക്കോ. അതിന് മുന്നേ ഗൈസ് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഗൈസ്. ഇൻസ്റ്റാഗ്രാം ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇടിവെട്ട് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തൊരു സംഭവം നമ്മുടെ ലൈബ്രറിയിലെ സാധനം ഒരു മണ്ടനെ അടിച്ചു കളയും. കണക്ഷൻ കൊടുക്കരുത്, ഇവ കൊടുത്തത് അടിച്ചു കളഞ്ഞ് നീ ഇവരെ വെച്ച് കത്തിക്കുക. എല്ലാവരും ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തേക്കത്. എടാ അറിയില്ലെങ്കിൽ ചെയ്യാൻ നോക്കണോ? അറിയണോരെന്താ ചോദിക്കും, കൊമ്പനോട് ചോദിക്കും. അല്ല മോന്റെ കാര്യം പറയണ്ട, മോൻ ഇത് കണ്ടിക്കാനല്ല. ഒരാൾ ഈ സാധനം കണ്ടിക്കാൻ വേണ്ടി ആക്സോ ബ്ലേഡിന് എന്നിട്ട് ഭാസ്കർ ചോദിച്ചു പറയാം, ഓ ഇത്രയും വലുതൊന്നും വേണ്ട, നിനക്കാനും ചെറിയ ബ്ലേഡ് വല്ലതും മതിയായിരുന്നു. ഇത് മുറിക്കാൻ നമ്മളെ എയർ കൂളറാണ് ഉണ്ടാക്കാൻ ചോദിച്ചിരുന്നത്. ഇത് കറങ്ങണമെങ്കിൽ മോട്ടറാണ്, മിനി മോട്ടർ. ഞങ്ങളെ ഇതിപ്പോ തൽക്കാലം മാറ്റി അല്ല, വേറെ ഐഡിയ ഉണ്ട്. എന്താ ഇത് മാറ്റി എന്നിട്ട് വെറുതെ ഇരിക്കാൻ മറ്റേനും വേണം മിനി മോട്ടർ. രണ്ടിനും പേരണ്ടാ. എന്റെ ഐഡിയ ഉണ്ട്. എന്താ എങ്ങനെ നീ അതല്ല, വേറെ ഫാൻ ഉണ്ടാക്കി വെച്ചാൽ അത് കാറ്റ് കൊണ്ട് കറങ്ങിക്കോളും. സത്യം പറയാം, ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് കത്തിക്കാൻ വേണ്ടി ഞങ്ങള് കുറെ കിഴങ്ങും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇത് ഈ ചെറിയ ബൾബ് കത്തിക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് ബൾബ് അടിച്ചു. പക്ഷെ ഇനി ഇത് കത്തൂല്ല. എടാ വാങ്ങില്ല, എല്ലാം വാങ്ങില്ല. നിന്റെ ബൾബ് തരില്ല. കൊടുക്കല്ലേ, കത്തിച്ചാ മോട്ടറാ. നമുക്ക് മോട്ടർ മേടിക്കാം. നമുക്ക് ഇതെന്താ ഒരുമാതിരി ദുബായിലെ ആൾക്കാർ ഒരു പെട്ടി പൊട്ടിയില്ല. ഇത് നിനക്ക് അതെനിക്ക് നമ്മുടെ സ്വിച്ച്. പിന്നെ കൊമ്പാച്ചിനെ ഞാൻ ഒരു ബൾബിൽ പൊട്ടിച്ചു പോന്നെ 9 ബൾബ്. 9 ബൾബ്. നമ്മൾ ഈ ബൾബ് എല്ലാം LED നമ്മുടെ ശാസ്ത്രജ്ഞൻ ടോക്സിൽ ഇങ്ങനെയൊക്കെ വരും. നമുക്കറിയാം ഇതെന്താന്ന് കേട്ടല്ലേ. ബാറ്ററി അങ്ങോട്ട് ഷെയർ ചെയ്യല്ലോ. ഇത് HJW. ഇത് കുന്നുംകുളം. ഇത് HW. അത് HJW. കുന്നുകുളം നമുക്ക് വേണ്ട. ഈ കുന്നുകുളം നമുക്ക് മേടിച്ചെന്ന് ഞാൻ വിചാരിച്ച. ഫസ്റ്റ് നമ്മുടെ ടീം എന്താണ് വെടിക്കട്ടോ? നമ്മള് ഗുണ്ട് ശരിയില്ലേ. എയർ കൂളർ, ഞങ്ങൾ തുടങ്ങണ്ട. നിങ്ങൾ തുടങ്ങിക്കോ. ഞങ്ങൾ തുടങ്ങുന്നതാണ്. ആദ്യമേ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു W ബാറ്ററി വെച്ച് മോട്ടർ എങ്ങനെ കറക്കാന്നാണ്. ഫസ്റ്റ് തന്നെ നമ്മള് ഒരു ചാർജ് തീരും.
പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ബാറ്ററിയുടെ ആവശ്യമൊന്നുമില്ല, കാരണം ഞങ്ങൾ വൈദ്യുതി ഉണ്ടാകുന്ന പഴവർണ്ണ വ്യഞ്ജനങ്ങളിൽ നിന്നാണ് ഞങ്ങള് വൈദ്യുതി ഉണ്ടാക്കുന്നത്. മാങ്ങ, പിന്നെ തേങ്ങ, ചക്ക. അപ്പൊ ഞങ്ങള് വൈദ്യുതി ഇല്ലാതെ വൈദ്യുതി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഒരേപോലെ തന്നെ ഇതിന് രണ്ടിനും ഓട്ടം. രണ്ട് മിറണ്ടയുടെ കുപ്പിയില് ഞാൻ പിടിക്കട്ടെ. കട്ട് ചെയ്യണത് അളവിന് വേണ്ടി ഞങ്ങൾ ഒരു വരയിട്ട് വെച്ചിട്ട് എന്തിനെടുക്കാൻ ബാറ്ററി പോയാ നിങ്ങളുടെ ഐ ഡി എടാ മനുഷ്യ വെറുതെ അല്ല, മറ്റേത് കരിഞ്ഞൊന്നും പോയിട്ടില്ല, ആ ബാറ്ററിയുടെ എടാ മനുഷ്യ ഞാൻ അവിടെ ചെന്നപ്പോ ഇതിൽ ഒരു LED അറ്റത്തൊരു ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പോയി അതിനകത്ത് കത്തിച്ചറിയാൻ പറ്റൂല അത് കത്തിയില്ലേ ഒന്ന്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്കറിയാം ഫാൻ ഇറക്കണം. എന്തുവാണ് അവിടെ നോക്കിയിരിക്കുന്നത്? പരീക്ഷ ബാറ്ററി കേടാ. അപ്പൊ ഇതെന്താ പിന്നെ അത് വേറെ പോരെ, എത്ര വേണമെങ്കിൽ എന്നിട്ട് നമ്മുടെ ഇട്ടുണ്ടോ നോക്കണം. ഇതെങ്ങനെ കത്തിക്കണ്ടേന്ന് പറഞ്ഞേ? ഇതെങ്ങനെ കത്തിക്കണ്ടേന്ന് പറഞ്ഞത്? ബൾബ് കത്തിക്കേണ്ടത് ഇതിങ്ങനെയാണോ? വെറുതെ ഇങ്ങനെ കൊടുത്താൽ തിരിച്ചാണ് ഇങ്ങനെയാണോ? അത് ഇതിലും കൂടെ ഏതാ പോസ്റ്റ്? ഓക്കെ അത് പറഞ്ഞ് വെച്ച് നോക്കിട്ട് കത്തി പോവാത്തത് മറ്റേത്. ഇനി കറണ്ട് കൊടുത്തേ, ഇതിനകത്തും കൂടെ കൊടുത്തേ. ഞാൻ കൊടുത്തോളാം. കൊടുക്ക്. തിരിച്ചുവിടാം. കത്തി അയ്യോ കത്തി 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 മാറി കേട്ടോ, ചില പൊട്ടിത്തെറിച്ചാലോ. പിന്നെ പറഞ്ഞാ അല്ല ഒരെണ്ണ അവരൊക്കെ തരുവോളൂ. അത് 2 രൂപ ചാലഞ്ച് ആയിട്ട് എടുക്കേണ്ട ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ കുറച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. ഈ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ പഠിക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്താ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിന്റെ ഒന്നും കാണുന്നില്ല അവിടെ. പെട്ടെന്ന് ചെയ്യാം. ബിൻബില്ല് ഇറക്കി സ്റ്റേറ്റ് ഒക്കെ പോയിട്ടുള്ള. അതെ അതെ 2ാം ക്ലാസ്സില്. എടാ ഇതെന്ത് വല്ലോ നടക്കുക? ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതെന്താ? ഇത് തൊളയിടാനായിട്ട് ഇത് എടാ അല്ല ഇത് അല്ല അതിന്റെ ഫ്രണ്ട് ചൂടാവും. ചൂടാകുമ്പോ ഇത് ഇവിടെ ഉരുക്കാൻ കത്തിയും കുത്തിയൊക്കെ എന്തിനാ? ഇതൊക്കെ നമുക്കറിയാം കേട്ടല്ലോ. ആങ്കറിന്റെ ജോലി ചെയ്താൽ മതി. അത് പുരുകി വലിയ ഓട്ടയാണ് കേട്ടോ. അവനെ കണ്ടോ? ഇതിപ്പോ നല്ല ചൂടുണ്ടല്ലോ, എന്നിട്ട് അതെന്താ ഉരുകാത്ത? ആളുകളാണല്ലോ പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് ഒരു വയറിന്റെ പ്രശ്നം എല്ലാം പറഞ്ഞില്ലേ? നോക്കിക്കോ നമ്മുടെ സാധനം സക്സസ് ആയിട്ട് എങ്ങനെ എന്തൊരു മോട്ടർ ഇറക്കാനാണ് മരത്തിന് ബിൽഡപ്പ് ആവും. എന്തത് പിന്നെ ഇറങ്ങണ പോലെ അത് കറക്റ്റ് ആയിട്ട് വെച്ചാൽ മതി. അത് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള പിന്നെ എങ്ങനെ കറക്കണം? AC ഇട്ടിട്ടുണ്ട്, കറങ്ങിയിട്ടുണ്ട്, എയർ കൂളർ റെഡി. നമുക്ക് ചിരിച്ചോ സമയം പോകുന്നുണ്ട്. ചിരിച്ചോ എന്തേ ഇവിടെ തുള കാണിക്കുമ്പോ ആ തുള കയറി ഇരിയാങ്ങ്. ഇടയ്ക്ക് ആങ്കർ പറയുന്നതൊക്കെ കേൾക്കണം. മലയാളത്തിൽ പറഞ്ഞപ്പോ കേട്ടില്ല, അതുകൊണ്ട് തുളക്കാൻ പറ്റൂല. പല്ല് കടിക്കുന്നു. കുമ്പത്തിന്റെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അത്ര നേരം ചൂടായിട്ട് ബുദ്ധി ഇവിടെ എന്തൊക്കെ ആയിക്കട്ടോ. സയൻസ് എക്സിബിഷനിൽ ടീം അവർക്കിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മളിത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. വോട്ട് ചെയ്യാം. അത് പാവം. അത് കാരണം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ നോക്കാനായിട്ട് കറക്കി കളിക്കുന്നത്. ഇതിലേക്ക് 2 വയറെടുക്കണം. ഇതിന്ന് 2 വയറെടുക്കണം. ഇതിന് 2 വയറെടുക്കണം. എന്നിട്ട് ഇതിന്നൊരു വയർ ഇങ്ങോട്ട്, ഇതിന്നൊരു വയർ അങ്ങോട്ടും കൊടുക്കണം. എന്നിട്ട് അത് ഒരു വയർ ഇങ്ങോട്ട് ഇതെടുത്തിട്ട് ഇത് നെക്കാൻ നേരത്തെ അത് കറങ്ങും. പിന്നെ അതിന് ഒരു വയർ അവിടെ അത് അവൻ ചെയ്തോളൂ. അതവിടെ നീ അവിടെ ഇവിടെ. ഇപ്പൊ തല വലുതായെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും കൊടുക്കാതിരിക്കാം. ഒന്നും വേണ്ട, നീ എല്ലാവരും സഹായിക്കും. പൈപ്പ് മുറിക്കാൻ പാടിയതുകൊണ്ട് തിന്ന് ചെറുതാക്കി.
ഇല്ലേ അല്ലടാ ഇത് ഞങ്ങളെ കപ്പലൻ്റെ കൂടെ അല്ല അതാണ് ഈ വാക്ക് പൊളിച്ചത്. എന്നോട് പറഞ്ഞിരിക്കുന്നത് കൊമ്പച്ചൻ ഉണ്ടായിക്കോളാന്നാണ്. ഞാൻ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആള് ഞാനും കൊമ്പച്ചൻ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഗൈസ് ഒരു വള തന്നെ ഉണ്ടാക്കിയിട്ട് പണ്ട് അത് കുറഞ്ഞു പോയി. ഇത് കൊണ്ട് ഇങ്ങനെ കടിച്ചിട്ട് അതിനടാ പയർ മുറിക്കുക. അതിനാണ് ഈ കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ നടുകൂടെ കേറി കയ്യ കിട്ടുന്നില്ല. കയ്യുള്ളിൽ പെട്ട് പ്രൈസ് എന്താ? പ്രൈസ് പ്രൈസ് പ്രൈസാ പ്രൈസ് പ്രൈസ് സർപ്രൈസാ. നീ ഉപ്പിട്ടാ? ഇല്ല. ഉപ്പിട്ടിട്ട് ഇതാ വെള്ളത്തിൽ ഉപ്പിടുന്നു. ഇതെന്തിനാ ഉപ്പിടുന്നതാ? അത് കൊമ്പാച്ചനോട് ചോദിക്കുക. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അലിഞ്ഞു പോകും. അത് അലിഞ്ഞ ഉപ്പുവെള്ളമാണ്. എന്നിട്ട് എടാ പഞ്ചസാര എടുത്തിട്ടൊന്ന് അത് പഞ്ചായടാ അല്ലൂപ്പ ഞാൻ അത്ര വലിയ മണ്ടലല്ലോ. ഞാനെടുത്തേ ഉപ്പിട്ടുള്ളതിന് കറണ്ട് കിട്ടും. ഉപ്പുവെള്ളമാവുമല്ലോ. പിന്നെ നമ്മുടെ സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, സിട്രിക് ആസിഡും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു എനർജി ഇതാവും. നീ നാരങ്ങ പിടിച്ചിട്ട് ഞാൻ കുടിക്കട്ടെ. ആദ്യമേ കുലുക്കി ഇത് സെറ്റാക്കണം. കുലിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി ആദ്യം കുറച്ച് വെള്ളം കൊണ്ട് കളയണം. ഇതിന്റെ രാസപ്രവർത്തനം നിങ്ങൾ കണ്ടോ? ഉപ്പിന്റെ വെച്ചിട്ട് കണ്ടില്ലേ രാസപ്രവർത്തനം കണ്ടോ ഗൈസ്? ഇത് രാസപ്രവർത്തനം. ഇത് ഉപ്പ് സോഡ. ഇപ്പൊ ഉപ്പ് സോഡ രാസപ്രവർത്തനല്ല, ഉപ്പ് സോഡ. അത് പറഞ്ഞത് ശരിയാണല്ലോ. ഞാൻ ഇന്നലെ എടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പൊ പുറത്തൊക്കെ വിദേശത്തിൽ ലൈറ്റ് ഉണ്ടോ ശ്രീബി? ഒരു ഇതിന് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ വന്നിട്ട് അത് അതിന് ചുറ്റും സ്ട്രോബെറി ആയിരിക്കും. ഈ ചോക്ലേറ്റ് നിൽക്കൂല, കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നോണ്ടിരിക്കും. ആ സാധനം ഈ മിനി മോട്ടർ ബാറ്ററി വെച്ച് കറക്കാനുള്ള പാടെ എനിക്കറിയാം കേട്ടോ. എനിക്ക് ഒരു മിനി മോട്ടർ കറക്കാൻ പറ്റുന്നില്ല. അവരാണ് ചോക്ലേറ്റ് സ്ട്രോബെറി. അതാണ് എന്റെ വൈബായിരിക്കും. ഇടിവെട്ടാണെങ്കിൽ ഒരു മിനി മോട്ടർ കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഗൈസ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മൂടിലൊരു 2 തുളച്ചു. തല തിളക്കിയ മാത്രമല്ല അതിന്റെ ഉള്ളിൽ സാധനം കിടക്കുന്നു. ഒരു മിനിറ്റ്, ഇതെന്താ അതിന്റെ അതല്ല, ഇതിപ്പോ മറ്റേ ഡപ്പിന്റെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കും, അവർക്ക് സാധനം നോക്കളിയാ ഈ സാധനം ഒട്ടിക്കും നമ്മള്. എന്നിട്ട് എന്തിനാ ഒട്ടിക്കുന്ന എല്ലാ തണുപ്പായിട്ട് അടിക്കൂലേ? കാര്യം വലുതായിട്ടൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് കുറച്ച് പേരുകൾ നടന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രൊജക്ട് ഏറെക്കുറെ ഒരു 50% കംപ്ലീറ്റ് ആയത്. കപ്പലോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കപ്പലായിട്ട് തോന്നിയോ? അങ്ങനെയാണ് ഇത് കണ്ടിട്ട് ഇതൊക്കെ നോക്ക്. സാധനം വെച്ചേക്കണുണ്ടോ എന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെയല്ല, നമ്മള് ഇതിനൊരു സ്റ്റേറ്റ് മേടിക്കണം എന്ന രീതിയിലാണ് നമ്മളിപ്പോ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോണ ഇതിനുണ്ട്. അപ്പൊ നമ്മുടെ സാധനം റെഡി, എയർ കൂളർ റെഡി ആയിട്ടാ, എയ്സ് റെഡി, നമ്മുടെ സാധനം റെഡി. ഇവിടുത്തെ എ സി ഓഫി ഇനി അത് മൈനസ് വരെ പോകുന്നത്. വാസ്തവമാണെങ്കിൽ ഇവിടെ ഇനി ഒരു -3 നിനക്ക് പോളാർ ഇരുന്ന് കരടി വാസ്തു നമ്മുടെ അവിടെ എ സി പോയി തണുത്ത് ഫാനൊക്കെ ഇട്ടാ ഇരിക്കുന്നേ. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് നീ പോളാർ ബിയർ ആണെന്ന്. ഞാൻ നോക്കുമ്പോ ഒരു പോളാർ ബിയർ ചീറ്റ് കളിക്കുന്നത്. കുട്ടപ്പനെ തണുപ്പിട്ടിട്ട് ശരിയാവും. കുട്ടപ്പന് അവന്റെ പീസ് നിങ്ങളെന്താ വിചാരിച്ചത്? അയ്യേ തണുപ്പാ. നീ അതിന് പേരൊക്കെ ഇട്ട് വിളിച്ചു തുടങ്ങിയോ? കുഞ്ഞ് തക്കിടുക. ഒരു പേപ്പറും സ്പാനും അതിനൊരു എന്തൊക്കെ വൈബല്ലേ ഞാൻ ഡെക്കറേറ്റ് ചെയ്തോട്ടാ. അതിന് തൊട്ടല്ലെങ്കിൽ പറ്റിയ അതങ്ങനെ എടുക്കല്ലേ, ഇതൊക്കെ ഇളകി പോകും. ഡിസൈൻ കൊടുക്കുന്നുണ്ടോ? ഒരു സോഡയും കൂടെ ഉണ്ടെങ്കിൽ സോഡ നാരങ്ങ കുടിക്കായിരുന്നു.
കുറെ നേരം എന്നെ നാരങ്ങളുണ്ട്. എന്തായാലും പരിപാടി തീർന്നാൽ ഇത് ഇങ്ങനെ തന്നെ കുടിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനെ പറഞ്ഞ് കലക്കുന്ന അത്ര ഉണ്ട്. നമ്മുടെ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കണം. അപ്പൊ കാണിച്ചു തരാം. അവര് അടുത്ത ഐറ്റം തുടങ്ങി. ഫ്രഞ്ച് ഫ്രൈസോ കണ്ണേണ്ടേ ലുക്ക് 7. അതിന്ന് എന്തോ കാറ്റോ എന്തോ തേങ്ങാപ്പിണ്ണാക്കോ അതിന് തണുപ്പല്ല കോപ്പ് വരും. ബോഡി മറ്റേ പെട്ടിയോട്ടോടെ എഞ്ചിൻ വെച്ച തന്റെ ഇതിനകത്ത് എന്തിന് കയറും? ചുരുളങ്കഴുകി കയറാണ്ട് പൊത്തി പിടിച്ചതൊക്കെ നമ്മളെ തണുപ്പടിച്ച് മരിക്കുന്നതുകൊണ്ട് മാസ്ക് നോക്കിക്കരി അതിന്റെ അകത്തേക്ക് കയറി പോകും. എന്റെ ഭായിയുടെ വീഡിയോയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അല്ലേ ഭായി? വർക്കാവില്ല. ഈ സാധനം രണ്ട് കറക്കത്തിൽ കയറാവും. പക്ഷെ ഇത് സത്യട്ടോ, ഇത് വർക്കാവുന്നില്ല, കറങ്ങുന്നില്ല. ഈ ബാറ്ററിയുടെ ആയിരിക്കും ചിരിക്കാൻ എന്തോ കറക്ക് കൈയുണ്ട്. ലൈറ്റ് ഇട്ടാലേ ഇവര് മോട്ടർ ഊരിയിട്ട് എടുത്തെടുത്തോ. എന്താ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇത് സെറ്റ് ചെയ്യുമ്പോ പറയാൻ കാര്യം ഒരു തരാം. എല്ലാത്തിന്റെ ചലനം അവിടെ നിൽക്കും. സോ ഗൈസ്, അപ്പോ നമ്മളിവിടെ ഇവർക്ക് ഉണ്ടാക്കാൻ കൊടുത്തിരുന്ന സമയം കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം വിശദീകരിച്ച് പറയുന്നത് ഇടിവെട്ടിന്റെ തല പാമ്പുകളുടെ അവസ്ഥയാണ്. ടീം ഇടിവെട്ടിന്റെ 2 സാധനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എയർ കൂളർ, ഒന്ന് ഇത് കുരുവിക്കൂട്. ഇത് എങ്ങനെയൊക്കെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ വിശദീകരിച്ച. ഇത് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി, ഒരു മിനി മോട്ടർ, ഒരു സ്വിച്ച്, വയേഴ്സ്, പിന്നെ ഒരു ഡപ്പ, പിന്നെ ബാറ്റർ, പിന്നെ അതിന്റെ വേറൊരു ഡപ്പയുടെ ബോട്ടില്, പിന്നെ തണുത്ത വെള്ളം. ഓക്കെ, സോ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വർക്ക് ആവാന്നുള്ളത് ഇത് വർക്ക് ആവുന്നത് തുടരില്ലേ. അതായത് ഇത് എന്നിട്ട് സംഭവം എന്താ വെച്ചാ ഇതിലിപ്പോ തണുത്തോളം വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഈ ഒരു ഹോളിക്കോടെ നമ്മള് സ്വിച്ച് ഇടുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു ഫാൻ ഉണ്ട്, മിനി മോട്ടറിന്. ആ ഫാൻ കറങ്ങി ആ കാറ്റ് ഇതിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പൊ -3 ഡിഗ്രി വരെ അത് കാണിക്കണം ഇവിടെ. ഈ വെള്ളം ഈ വെള്ളത്തിന് സത്യം പറഞ്ഞ ഫാൻ അതല്ല സത്യം പറഞ്ഞാൽ കറങ്ങുമ്പോ തണുപ്പ് വരുമെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ തണുത്തുള്ള ഫ്രിഡ്ജ് അല്ല. പക്ഷെ മറ്റേ കൂളറില്ലേ, കൂളറിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് തണുപ്പിക്കുക. ഈ മാരേജ് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നത് അതേപോലത്തെ കൂളറാ. അതായത് പ്രവർത്തിപ്പിക്കുക സാധനം കാറ്റിട്ടോ. ഇത് കൂടെയാണ് കാറ്റ്. എനിക്ക് ടെസ്റ്റ് ചെയ്യണം കാറ്റ്. കൈ വെക്കട്ടെ, കൈ വറക്കിടാം. വർക്ക് ചെയ്യുന്നില്ലേ? ഓ തണക്ക് നോപ്പാക്ക് അത് ഇവിടുത്തെ വരുന്നില്ലേ ചെറുതായിട്ട്? ഇക്കടെ പറഞ്ഞ AC മാറ്റിക്കോ. കൈ ഉള്ളിലിട്ട് മൂന്ന് റൂമിൽ പിടിപ്പിക്കും. അതല്ല, കൈ ഉള്ളിലേക്ക് തണുപ്പിട്ടില്ല, പിന്നെ പുറത്തേക്ക്. അവിടെ ഫാൻ ഉണ്ടെന്ന് അറിയുന്നുണ്ടോ? എടാ ഒന്നും വരുന്നില്ല, സത്യമായിട്ട് കാറ്റ് പോലും വരുന്നില്ല. അപ്പൊ എയർ കൂളർ 5 നില 8 നില പൊട്ടിയിട്ടുണ്ട്. ആകെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാ, ഈ ബ്ലാക്ക് കളറിൽ നിങ്ങളുടെ ഫുട് പ്രിന്റ് ഞാൻ പറയാം അതിന് സ്കോർ ചെയ്ത്. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. രണ്ടാമത് അതായത് നമുക്ക് പൊടികളൊക്കെ ഇതില് ഒരു മിനി മോട്ടർ, ബാറ്ററി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാലേ ഈ കോർണറിൽ വെക്കുന്ന പൊടി ഇത് അത് തട്ടി നടുവിലോട്ടാക്കാൻ പറ്റും. പക്ഷേ അതിന്റെ മാൻ പവർ കൂടെയാണ് ഇയാൾ ഊതും. നിങ്ങൾ അല്ലെ സ്വിച്ചിലാണ് ഡയറക്റ്റ് കണക്ഷൻ. ഓക്കെ, നമുക്ക് പോകണം. സാധാരണ വാക്യൂം ക്ലീനർ അകത്തേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പുറത്തേക്ക് തുപ്പുവാങ്ങോ.
ഞാൻ അതാ പറയാം ഇതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത് വ്യത്യസ്തമായിട്ട് ചൂലിന്റെ ഫംഗ്ഷൻ ഇരിക്കുന്ന പൊടിയൊന്നും നമുക്ക് ചൂലോട് അടിച്ചാൽ കിട്ടില്ല. ഈ സാധനം വെച്ചാൽ അതെങ്ങനെ അടുത്ത റൂമിലേക്ക് തട്ടിക്കളയുക? ഈ ഫാൻ ഒന്ന് കറക്കി കാണിച്ചെടുത്തേ ചില പരിമിതമായ സാഹചര്യങ്ങളാൽ ഫാൻ കറങ്ങില്ല. അപ്പൊ അതിലും ഒരു തീരുമാനം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ടീം ടീം ഇഡിയോട്ട് അല്ലേ? നമ്മൾ ആദ്യമേ ലൈമിന്നാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലൈമിന്ന് നാരങ്ങ വെള്ളത്തിൽ നിന്ന് കത്തിക്കാൻ വേണ്ടി പോവാണ്. നാരങ്ങ വെള്ളത്തിൽ നിന്ന് ബാറ്ററി വെച്ചല്ലേ കത്തിക്കുന്നേ? ഒരു സൈഡിൽ ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഓ കത്തി പൊണ്ണ അറിയില്ല, വരെ പണിക്കും പോകും. കൊറേ കപ്പും കൂടെയൊക്കെ മേടിച്ചിട്ട് നിന്നെ ആരന്റെ ടീമിലിട്ട് കത്തിച്ചിരിക്കുന്നത്. അത് കാര്യം പിന്നെന്താ അതൊരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ടുള്ള ഉപകാരം ഉപകാരം എന്ന് പറഞ്ഞ ഇപ്പൊ നാരങ്ങ വയറിന്റെ ആവശ്യമില്ല. സാറാന്ന് ഊരി വെച്ചേ. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതല്ലേ കാണിച്ചെന്താണ് ഇങ്ങനെയും കണക്ട് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇതിനോട് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നോണ്ട് ഇപ്പൊ പോസ്റ്റ് ഒക്കെ മറിഞ്ഞു വീണ് ഇലക്ട്രിസിറ്റി വെള്ളത്തിലൂടെ പാസ് ചെയ്ത് കറണ്ട് അടിച്ച് ചത്തോ എന്നൊക്കെ ഇരിക്കും. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നടക്കുക എന്നാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അത് കാണാത്തവരും കാണുന്നത് നമ്മുടെ ഓഡിയൻസ്. ഇതാണ് വാട്ടർ ഫ്ലോ അമസ്റ്റർഡാം ഡാമിൽ നിന്ന് വെള്ളം ആദ്യമേ അടങ്ങ് അത് ചെല്ലട്ടെ. ഇപ്പൊ വാട്ടർ ഫ്ലോ ഒഴിക്കോ? ഇനി വെള്ളം ഇറങ്ങുന്നുണ്ട്. ഫ്ലോ ചെയ്യും. വെയിറ്റ് കുറച്ച് ടൈം കൂടെ കഴിയും. തനിക്കൊക്കെ എന്തെങ്കിലും ടൈം വന്ന് അത് മനുഷ്യനല്ലേ, അതേപോലെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാര്യം തീരുമാനം. ഇനി അടുത്ത ഉരുളൊക്കെ ഇത് വെള്ളം ഇറങ്ങാത്തടാ. സ്ലോല് വലിയ എത്തി വരിക അത് പോയി. അതാവുമ്പോ മുപ്പേ വെള്ളം വാട്ടർ ഫ്ലോ ചെയ്യുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ പുറത്തേക്കാണല്ലോ ഫുള്ള് ഫ്ലോ ചെയ്യുന്നേ. ഇത് വെള്ളം പാഴാക്കുന്ന എങ്ങനെയാണ്? ആ ഇതെന്താന്നറിയോ, ഇവര് ഈ ഗ്ലൂ വെച്ചൊട്ടിച്ചപ്പോ അടിയിൽ നിന്നോ അടച്ച ഒട്ടിച്ച് ഏടോ മണ്ണൂതി. അതിന് ടൈം ഒന്നും ഇല്ല. അടുത്ത ഇടാൻ പറ. ട്രൈ ചെയ്യട്ടോ സംഭവം കാണിച്ചു തരാം. ഫ്ലോപ്പ് ആയാലും ഫ്ലോപ്പ് ആയില്ലെങ്കിലും ബട്ടർഫ്ലൈ ഓഫ് അമസ്റ്റർഡാം ഇപ്പൊ കാണിക്കും. സക്സസ് പോട്ടെ. നിങ്ങളെ നിങ്ങളെ വെള്ളം തെറിപ്പിക്ക്. അതാ ഞാൻ പറഞ്ഞ സ്ലോ എത്തി വരി. സാറേ വെള്ളം കൈ എടുത്തിട്ട് ഫ്ലോപ്പായില്ലേ? അത് ഇത് ശാസ്ത്രമാണ്, തിന്നുന്ന പോലെ അല്ല ഈ സംഭവം. കാണിയില്ല ശാസ്ത്രം. അടങ്ങ് അല്ല ഈ മോളത്തെ സാധനം അറിഞ്ഞു. ഇനിയിപ്പോ ഈ പൈപ്പ് കൂടെ വെള്ളം വരുന്നു. ഇതെന്ത് ഇപ്പൊ ഫുഡ് അപ്പൊ എന്തായാലും ഈ സാധനം പൊളിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഫ്രഞ്ച് ഫ്രൈസിൽ നടക്കാൻ നോക്കാം. ഇനിയാണ് ഞങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ 7 അപ്പൊ രണ്ട് ഐറ്റം പൊളിഞ്ഞു. ഇനി മൂന്നാമത്തെ ഐറ്റം ഇതിന് പവർ സ്റ്റേഷൻ ഓഫ് പൊട്ടറ്റോ കോപ്പറും അയൺസിംഗും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ കണക്ട് ചെയ്യാം. ഓക്കെ, എന്റെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൽ നിന്നും ചതിക്കാം. കറണ്ട് ഇല്ല അത് വരിക. ഇത് പൊട്ടിപ്പോ കത്താത്ത തിരിച്ച് അതെടുത്ത് എടാ അങ്ങനെ കണ്ണി കുത്താവിന്റെ
വെയിറ്റ് അടങ്ങണേ അടങ്ങണങ്ങ് അതെ, ആ നല്ല സാധനം എടുത്ത് കുത്ത്. മനുഷ്യ ഞാൻ അടുപ്പിച്ച് കളഞ്ഞേ. ഇതെങ്കിലും കത്തിച്ചെന്തെങ്കിലും മോശമായിട്ടാ. അവരുടെ ഒരു സാധനം വർക്കായി, നിങ്ങൾ 2 സാധനം ഫ്ലോപ്പാണ്. അവരുടെ മറ്റേ AC അതിന്റെ ഫാനെങ്കിലും കറങ്ങുന്നുണ്ട്. ഞങ്ങളത് ഇത് കത്തിയല്ല. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഇതും അതുമായിട്ടുള്ള വ്യത്യാസം എന്തോ. നിന്റെ നിന്റെ കിഴങ്ങിന്ന് വൈദ്യുതി ഇത്രയും പോകുന്നൊരു സാധനം കത്തിക്ക് 6 ഉരുളക്കിഴങ്ങ്. വേണ്ട, അത് ഇതിങ്ങനെ ഇട്ട് 18 AC. നിനക്കൊക്കെ നമ്മളെ അങ്ങ് ഫ്ലോപ്പ്. നീ ഇതുണ്ടാക്കി ഇതിന് തുല്യമാ എന്തുവാ? അതിനകത്ത് 2 മോട്ടർ വെച്ച് പാലിടാൻ ആർക്കും പറ്റും. കോച്ച് സോ ഗൈസ്, അപ്പോൾ എന്തായാലും 2 ടീമുകളും ഈ ഏക്കൻ ടീം 2 സാധനം, ഇവര് 3 സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ഏക്കൻ ടീം നോക്കുകയാണെങ്കിൽ സംഭവം ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫാനിന് ഇച്ചിരി പവർ ഇല്ലാത്തത് കൊണ്ടുള്ള ചെറിയ മിസ്റ്റേക്സ് ഗൈസ്. അപ്പോൾ അതിന് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ അവരെന്തായാലും കാര്യങ്ങൾ 2 സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നത് ഈ ഒരു സാധനമാണ്. ഇത് ഫുൾ അൾട്രാ ഫ്ലോപ്പ് ആയിരുന്നു. എന്ത് ഒരു ഇഞ്ച് പോലെ അതിനൊരു റിസൾട്ട് വന്നില്ല. ഇതിന്റെ ടോപ്പിലേക്ക് നീ വെള്ളം കയറി ആലോചിക്കണം. എന്നിട്ട് വെള്ളം കയറിയിട്ട് എന്നാ ഊതിയ കാറ്റ് വരും, നിങ്ങൾക്ക് ഊതിയാ പോരെ. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, പറയുന്നതെല്ലാം നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രമാകണം. ശുഭദിനം. എന്തായാലും ഗൈസ്, ഇവരുടെ ആ ഒരു വർക്കിനെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത് ഗൈസ്. ഒക്കെ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ വർക്ക് നാരങ്ങളും ഉണ്ടാക്കി. അത് ഇതിലല്ല, അത് വേറെ ചാലഞ്ചിൽ, ഫുഡ് ചാലഞ്ചിൽ റെഡിയാക്കാം. വെള്ളത്തിൽ ബൾബ് കത്തിക്കുന്ന ഫുഡ് ചലഞ്ചിലാ. എന്തിനാ അടിച്ചു പോകണം അതൊക്കെ. ഓക്കെ ഫൈൻ ഗൈസ്. അപ്പൊ എന്തായാലും കൊള്ളാം, എന്തായാലും നൈസ് ട്രൈ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിലും അടിപൊളി സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കുക. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ സാധനല്ലേ, വലിയ സാധനം ഞാൻ ആ വീഡിയോയിലില്ല. ഇതിൽ വിന്നർ അല്ലെങ്കിൽ ഇതിൽ ആരാണ് നന്നായി പെർഫോം ചെയ്തത് ഞാൻ പറയുന്നില്ല ഗൈസ്. ഓക്കെ, നിങ്ങൾ എന്നെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ അതിന്റെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതിന്റെ പോൾ നടക്കുന്നുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാൻ മറക്കരുത്. അതിന്റെ അതുപോലെ തന്നെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇതിലും വലിയ എക്സ്പെരിമെന്റ് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ആ